الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥാവിധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫിൻ്റെ 46-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. നമ്മുടെയൊക്കെ ജീവിത യാത്ര എന്നത് ആലമുൽ അർവാഹിൽ നിന്ന്, ആത്മാവുകളുടെ ലോകത്ത് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ അമൽ പ്രവർത്തനങ്ങളുടെ ലോകത്തിലൂടെ കടന്നുപോയി ശേഷം വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ അവർക്ക് പിന്നിൽ ഒരു മറയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ഖബർ ജീവിതവും കഴിഞ്ഞ് 4-ാമത്തെ ലോകമായ ദാറുൽ ജസാ അല്ലെങ്കിൽ ദാറുൽ ആഖിറ അഥവാ ഖിയാമത്തോടുകൂടി ആരംഭിക്കുന്ന മഹ്ശറയിലെ വിചാരണയും കഴിഞ്ഞ് സൗഭാഗ്യവാനാണ് എങ്കിൽ സ്വർഗത്തിലും, നിർഭാഗ്യവാനാണ് എങ്കിൽ നരകത്തിലും കഴിയേണ്ടുന്ന അറ്റമില്ലാത്ത അനന്തമായ ലോകം, പരലോക ജീവിതം എന്നിങ്ങനെ 4 ലോകത്തുകൂടിയാണ് നമ്മുടെയൊക്കെ ജീവിതയാത്ര കടന്നുപോകുന്നത്. അതിൽ കർമ്മങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ കർമ്മങ്ങളെയുള്ളൂ, പ്രതിഫലമില്ല. ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി അനുഷ്ഠിച്ച് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന പരലോകത്തേക്കുള്ള യാത്ര തുടരുക എന്നുള്ളതാണ് അല്ലാഹു തആല നമ്മിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ. പറഞ്ഞു, ദുനിയാവെന്നത് അമലുകളെയുള്ളൂ, പ്രതിഫലമില്ല. അതുപോലെ പരലോകമെന്നത് പ്രതിഫലമേയുള്ളൂ, അമലുകൾക്ക് അവസരമില്ല. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തേക്ക് ചെയ്തു വെക്കേണ്ടുന്ന അമലുകളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകണം. അമലുകളിൽ തന്നെയും 2 തരം അമലുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകൾ. മറ്റൊന്ന്, ഒരാളുടെ സമ്പത്ത് കൊണ്ട് മാത്രമായോ ശരീരവും സമ്പത്തും ഒരുമിച്ച് കൊണ്ടോ ചെയ്യേണ്ടുന്ന അമലുകൾ. ഇങ്ങനെ 2 തരം അമലുകളാണ് അല്ലാഹു തആല സ്വർഗം ലഭിക്കുന്നതിനായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതിൽ ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകളിൽപ്പെട്ടതാണ് ഉമ്മഹാത്തുൽ ഇബാദയിൽപ്പെട്ട നമസ്കാരം എന്നത്. പ്രായപൂർത്തിയും
വകതിരിവുമുള്ള ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നിൽക്കാൻ കഴിയുന്നവർ നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഅ ഫഖാഇദൻ, നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഅ ഫഅല ജൻബ്, അതിനും കഴിയാത്തവൻ ചെരിഞ്ഞു കിടന്നിട്ടോ നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ്. അതിനും കഴിയാത്തൊരാൾക്ക് ഫത്തഖുല്ലാഹ മസ്തതഅതും എന്ന, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ ഒരാളെ കൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നത്, ശരീരം മുഴുവനും നിശ്ചലമായാലും ആൾക്ക് ബോധമുണ്ട് എങ്കിൽ കൽബ് കൊണ്ടെങ്കിലും നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാളുടെ ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന അമലായതുകൊണ്ടാണ്. ഒരാൾക്ക് കുറേ നിസ്കാരം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നിസ്കരിക്കേണ്ടുന്ന സമയത്തൊന്നും നിസ്കരിച്ചില്ല, ആ നിലക്കൊരാൾ മരണപ്പെട്ടു പോയിട്ട് പിന്നെ അയാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചത് കൊണ്ടായില്ല എന്നർത്ഥം. കാരണം നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, വിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ്, ബാധ്യതയാണ് നിസ്കാരം എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും ആർക്ക് വേണ്ടിയും ഏറ്റെടുത്ത് നിർവഹിക്കാനോ സാധിക്കാത്ത ഒന്നാണ് നമസ്കാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണം എല്ലാം ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനാ കർമ്മങ്ങളായതുകൊണ്ട് തന്നെ അത് മറ്റൊരാളെ ഏൽപ്പിക്കുവാനോ ഏറ്റെടുക്കുവാനോ കഴിയുന്ന ഒന്നല്ല. ജീവിതകാലത്ത് ഒരാൾ ഖുർആൻ ഓതിയാൽ അത് ഓതിയവൻ അതിൻ്റെ കൂലി കിട്ടും. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശറതി അംസാലിഹാ. പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ അയാൾക്കതിൽ നന്മയുണ്ട്. ആ നന്മയാകട്ടെ 10 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ജീവിതകാലത്താകട്ടെ മരണത്തിന് ശേഷമാകട്ടെ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അതിൻ്റെയൊക്കെ പ്രതിഫലം ഇന്ന ആളുകൾക്ക് കിട്ടണം എന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു തെളിവും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അതിനൊരു മാതൃക നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനോ മറ്റുള്ളവരെ ചെയ്യാൻ ഏൽപ്പിക്കുവാനോ സാധിക്കുകയില്ല, അതിന് അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരാളുടെ സമ്പത്ത് കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സമ്പത്തും ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന അമലുകളുണ്ട്. അത് ജീവിതകാലത്ത് തന്നെയും ഒരാളെ നിർവഹിക്കാൻ ഏൽപ്പിക്കുവാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്വയം സന്നദ്ധനായി ഏറ്റെടുക്കുവാനോ അനുവാദമുള്ള മേഖലയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഭാര്യ സ്വർണം ധരിക്കുന്നു, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. ഭർത്താവ് സക്കാത്ത് നൽകുന്നു എങ്കിൽ അത് പരിഗണിക്കപ്പെടും. ബാപ്പ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മക്കൾ പറഞ്ഞു, ബാപ്പാന്റെ ഇക്കൊല്ലത്തെ ഇപ്രാവശ്യത്തെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് ഏറ്റാൽ അതും പരിഗണിക്കപ്പെടും. കാരണം സക്കാത്ത് എന്നത് ആ വ്യക്തി തന്നെ നൽകണം എന്നില്ല, ആ കർമ്മം അവിടെ നിർവഹിക്കപ്പെട്ടാൽ മതി. അതിൻ്റെ കാരണം സമ്പത്തുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മമാണ്. അതുപോലെ സമ്പത്തും ശരീരവും കൂടി സംഗമിക്കുന്ന കർമ്മങ്ങൾ, ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ പോലെയുള്ളത്, അതും ജീവിതകാലത്ത് തന്നെ വേണമെങ്കിൽ നിർവഹിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുവാനോ മറ്റൊരാൾക്ക് ഏറ്റെടുക്കുവാനോ പറ്റും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യം. ബാപ്പയുടെ ഹജ്ജ്, ബാപ്പയുടെ ഉംറ, ഉമ്മയുടെ ഹജ്ജ്, ഉമ്മയുടെ ഉംറ ഇപ്രാവശ്യം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് മക്കളിൽ ഒരാൾ രംഗത്ത് വന്നാൽ അതും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാണ്. അതിനാദ്യം വേണ്ടത് ഏറ്റെടുക്കുന്ന ആൾ അയാളുടെ ഉംറ, അയാളുടെ ഹജ്ജ് സ്വയം നിർവഹിച്ചവനായിരിക്കണം എന്നത് ബാധ്യതയുണ്ട്, നിബന്ധനയുണ്ട് എന്നർത്ഥം. അഥവാ സ്വന്തം ബാധ്യത നിർവഹിക്കാതെയുള്ള മറ്റൊരാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ തരമില്ല എന്നർത്ഥം. അതുപോലെ നോമ്പ് ശരീരം കൊണ്ട്, ശരീരവുമായി ബന്ധപ്പെട്ട അമലാണ് എങ്കിൽ കൂടി
അതിൽ സമ്പത്ത് കൂടി കടന്നു വരുന്നുണ്ട്. ചില മേഖലകളിൽ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അല്ലാഹു തആല പകരം നിശ്ചയിച്ചത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, അഥവാ പ്രയാസപ്പെട്ട് നോൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവർ മിസ്കീനിന്റെ ഭക്ഷണം പകരമായി നൽകിയാൽ മതി എന്ന സൂറത്ത് ബഖറയിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലാണ് നോമ്പിന്റെ അടിസ്ഥാനമെങ്കിലും സമ്പത്ത് കൂടി ഇടപഴകുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് നോറ്റി വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടും എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ഒരാൾ മരിച്ചു, വ അലൈഹി സിയാമുൻ, അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ, സ്വമ അൻഹു വലിയുഹു, എങ്കിൽ അവന്റെ വലിയ അവന് വേണ്ടി ആ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന്, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക്, മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കൾ, അവർക്ക് നോമ്പ് നോറ്റു വീട്ടാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അടക്കം ഈ ഹദീസ് പ്രകാരം തെളിവ് പറയുകയും ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ആ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും ഇമാം നവവി റഹ്മത്തുള്ളാഹി ശർഹ് മുസ്ലിമിൽ ഈ അഭിപ്രായത്തെ ബലപ്പെട്ട മദ്ഹബിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയതും കാണാൻ സാധിക്കും. അപ്പം നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള കർമ്മങ്ങൾ ഒരാളുടെ ജീവിതകാലത്ത് തന്നെയും മറ്റൊരാൾക്ക് ഏറ്റെടുത്ത് നിർവഹിക്കാവുന്ന കർമ്മങ്ങളാണ്. ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം? ഒരാൾ മരിച്ചു കഴിഞ്ഞു, ഒരാൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ നിബന്ധനകളിലൊന്നും മാറ്റം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ഏൽപ്പിക്കുവാനോ ഏറ്റെടുക്കുവാനോ കഴിയുന്ന അമലുകൾ ഒരാളുടെ മരണശേഷവും ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് എന്ന് സാരം. എന്തൊക്കെയാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്നത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആരാണ് വിശ്വാസികൾ എന്ന് പരിചയപ്പെടുന്നിടത്ത് ഖുർആൻ പറഞ്ഞു, യഖൂലൂന റബ്ബന ഗുഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. സൂറത്ത് ഹശ്റിലെ 10-ാമത്തെ വചനം. അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. മാത്രമല്ല സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ കൽബകങ്ങളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാവാരിധിയുമാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നാണ്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നത് ആയത്തുകൊണ്ടും ഹദീസ് കൊണ്ടും സ്വഹാബാക്കളുടെ നടപടിക്രമങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചും മരിച്ചവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള ദുആ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ ഇന്ന ഹദിയത്തുൽ അഹ്യാഇ ഇലൽ അംവാത് അൽ ഇസ്തിഗ്ഫാറു ലഹും. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹദിയ എന്നത്, സമ്മാനമെന്നത് അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. എല്ലാ ഉത്ബോധനങ്ങളുടെയും അവസാനത്തിൽ നമ്മൾ കേൾക്കും, അല്ലാഹുമ്മ ഗഫുർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, എല്ലാ വിശ്വാസിനികൾക്കും എല്ലാ മുസ്ലിമാത്തുകൾക്കും എല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ എന്നതാണ് പറയുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കെന്ന പോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒന്നാമത്തെ കർമ്മം. അടുത്ത മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്ന മറ്റൊന്നാണ് സ്വദഖ, അഥവാ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ. എന്താണ് അതിന്റെ പ്രമാണം? ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മിഫ്തുലിതത് നഫ്സുഹാ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. വഅളുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്, എൻ്റെ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരാ സമയത്ത് ദാനം ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച് കരുതുന്നത്. ഇനി ചോദ്യമാണ്,
ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖത് അൻഹാ, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിൻ്റെ കൂലി കിട്ടുമോ അള്ളാഹുവിൻ്റെ റസൂലേ? ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ കിട്ടും. അതുപോലെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഇതേ ചോദ്യവുമായി റസൂലിന്റെ അടുക്കൽ വന്നു. അവിടെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇന്ന ഉമ്മി മാതത് അഫ അതസദ്ദഖു അൻഹാ, അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഞാൻ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്തത് കൊണ്ട് കാര്യമായോ? ഖാല, റസൂല് പറഞ്ഞു, നഅം, അതെ കിട്ടുന്നതാണ്, ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. എങ്കിൽ ഫഅയ്യു സദഖതി അഫ്ളൽ, ഏത് സ്വതക്കയാണ് അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്വതക്ക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖയുൽ മാ, മനുഷ്യർക്ക് വെള്ളം കുടിക്കാവുന്ന തരത്തിൽ താങ്കൾ ഒരു പൊതു കിണർ സ്ഥാപിച്ചു കൊള്ളുക. എത്ര കാലം അതിൽ നിന്ന് ആളുകൾ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളം കൊണ്ടുപോകുന്നുവോ അത്രയും കാലം അതിന്റെ പ്രതിഫലം ആ ഉമ്മാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഒരു പൊതു കിണർ കുഴിക്കുകയും അതിന് ബിഉറു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്ന് പേരിട്ടതുമൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മരണപ്പെട്ടവർക്ക് വേണ്ടി നൽകാവുന്ന ചെയ്യാവുന്ന രണ്ടാമത്തെ കർമ്മം സ്വതന്ത്രമായ സ്വതക്കകൾ, അതിൽ തന്നെയും ജാരിയായ എന്നെന്നും നിലനിൽക്കുന്നതായ കുടിവെള്ള പദ്ധതി പോലെയോ ആശുപത്രി കെട്ടിടം പോലെയോ യതീംഖാന പോലെയോ പള്ളി നിർമ്മാണം പോലെയോ മതപഠന സംരംഭങ്ങൾക്ക് വേണ്ടിയോ സ്ഥിരമായി നിലനിൽക്കുന്ന, ചെറുതാവട്ടെ വലുതാകട്ടെ വ്യക്തിപരമാവട്ടെ പൊതുവാകട്ടെ, സ്വതക്ക നൽകുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം മരിച്ചവർക്ക് കിട്ടും എന്നതാണ് പ്രമാണം. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ കസാ മുസ്ലിമിൻ സൗബൻ, ഒരു മുസ്ലിമിന് ഉടുക്കാൻ വേണ്ടി ഒരു തുണി നൽകിയാൽ ഇല്ലാ കാന ഫീ ഹിഫ്ളി മിനല്ലാഹി മാ ദാമ അലൈഹി മിൻഹു ഖിർഖ, അയാളുടെ ദേഹത്ത് അതിൻ്റെ ഒരു തുണ്ടെങ്കിലും അവശേഷിക്കുന്ന കാലം അത്രയും ആ നൽകിയ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലായിരിക്കും. എന്നാൽ ഇതിനെയൊക്കെ പ്രത്യേകം മാമൂലാക്കി നമ്മുടെ നാളുകളിൽ കണ്ടുവരുന്ന മരിച്ചതിൻ്റെ 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 14-ന്റെ അന്ന്, 40-ന്റെ അന്ന്, ആണ്ട് തികയുമ്പോൾ ഒക്കെ കൊണ്ടാടുന്ന ഒരുപാട് ഒട്ടനവധി അനാചാരങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു മരണം നടന്ന വീട് തന്നെയാണോ എന്ന ബോധം മറപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഒട്ടനവധി അനാചാരങ്ങൾ ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കി ചില ആളുകൾ നിർവഹിച്ചു പോരുന്നു. അതിനൊന്നും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ ഒരു മാതൃകയും നമുക്ക് കാണാവുന്നതല്ല. അതേപോലെ മരണപ്പെട്ടവർക്ക് കടം ബാക്കിയുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ മറ്റോ അത് വീട്ടിയാൽ അതും ഉപകാരപ്പെടും എന്ന് ഹദീസുകളിൽ കാണാനാകും. കടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട 2 കാര്യമുണ്ട്. കടത്തിൽ തന്നെ 2 കടമുണ്ട്. അദ്ദൈനു ദൈനാൻ, 2 തരം കടമുണ്ട്. ഒന്ന് കൊടുത്തു വീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിച്ച കടം, ആൾക്കത് കൊടുത്തു വീട്ടണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു, പക്ഷേ അതിനു മുമ്പേ ആള് മരിച്ചുപോയി എങ്കിൽ ശേഷക്കാരായ ആളുകൾ, മക്കളോ മരുമക്കളോ മറ്റോ അത് വീട്ടിയാൽ മരിച്ചയാളുടെ ഉത്തരവാദിത്വം തീരും. കാരണം അയാൾക്കത് വീട്ടണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു. വീട്ടാനുള്ള സാഹചര്യം അനുകൂലമാകും മുമ്പ് ആൾ മരണപ്പെട്ടു പോയതാണ് എങ്കിൽ മക്കൾ അറിയേണ്ടതുണ്ട് ബാപ്പയുടെ കടത്തെക്കുറിച്ച്, ആരിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്, ആർക്കൊക്കെ ബാപ്പ കൊടുക്കാനുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെയും സൂറത്ത് ബഖറയിലെ 282-ാമത്തെ ആയത്തുദ്ദൈൻ എന്ന വചനമാണെന്ന് നമുക്കറിയാം. കടത്തെക്കുറിച്ച് ചെറുതാവട്ടെ വലുതാകട്ടെ എഴുതി വെക്കേണ്ടതുണ്ട്. ബാപ്പാക്ക് വല്ല കടമുണ്ട് എങ്കിൽ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ബാപ്പയുടെ സ്വത്ത് അനന്തരമെടുക്കും മുമ്പ് ആ സ്വത്തിൽ നിന്ന് വീട്ടേണ്ടതുണ്ട്. എന്നിട്ടേ സ്വത്ത് ഓഹരി വെക്കാവൂ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്ത് നിസായിലൂടെ 2 പറഞ്ഞു, മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, മരിച്ചയാൾ ചെയ്തിട്ടുള്ള വസിയ്യത്തും കടവും കഴിച്ച് മിച്ചമുള്ളതാണ് ഓഹരി വെക്കേണ്ടത് എന്നാണ്. അനന്തരാവകാശ സ്വത്ത് ആർക്കൊക്കെ എത്രയൊക്കെ എന്ന് വിശദമായി പഠിപ്പിക്കുന്ന 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 11-12 വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിയ കടം വീട്ടപ്പെട്ടാൽ അത് മരിച്ചയാളിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ ചില ആളുകളുണ്ട് പൊതുവെ അവകാശികളൊന്നുമില്ലാതെ ഒക്കെ മരണപ്പെടുന്ന ആളുകൾ.
ഒരു പക്ഷേ ബാക്കി ജീവിച്ചിരിപ്പുള്ള അവകാശികൾ സഹോദരങ്ങൾക്ക് സമ്പത്ത് വഴിമാറിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ബോധപൂർവം കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ച് മരിച്ചു പോകുന്ന ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കൊടുത്തു വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെ കാണുന്നിടത്ത് മുഴുവനും കടം വാങ്ങി ബാപ്പയുടെ ഉള്ള സമ്പത്ത് മുഴുവൻ വിറ്റാലും കടൻ വീട്ടാൻ തികയാതെ വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കി വെച്ച കടങ്ങൾ അത് അദ്ദേഹത്തിന് വേണ്ടി പിൽക്കാലക്കാർ വീട്ടിയാലും അത് വീട്ടപ്പെടുകയില്ല. അങ്ങനെ വീട്ടേണ്ടുന്ന ബാധ്യത ശേഷക്കാർക്കില്ല എന്ന് ഇതേ സൂറത്തുൻ നിസായിലെ 12-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു. ഉപദ്രവകരമല്ലാത്ത മറ്റ് കടങ്ങളുണ്ടെങ്കിൽ അതാണ് വീട്ടേണ്ടത്. ആളുകളെ കൊണ്ട് പൊറുതിമുട്ടിക്കാൻ വേണ്ടി ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റാലും കടം മാത്രം ബാക്കി നിൽക്കുന്ന തരത്തിലുണ്ടാക്കി വെക്കുന്ന കടം, ശേഷക്കാരായ ആളുകൾക്ക് സ്വത്തൊന്നും ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു വെക്കുന്ന കടം, അത് വീട്ടേണ്ടതില്ല. അത് അയാളും പടച്ചവനും തമ്മിലായിക്കൊള്ളും എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന കാര്യം. സൂറത്ത് നിസായിൽ നമുക്കത് കാണാൻ കഴിയും. അതേ കടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സൃഷ്ടികളോടുള്ള കടം പോലെ തന്നെ സൃഷ്ടാവിനോടുള്ള കടവുമുണ്ട്. എന്താണ് സൃഷ്ടാവിനോടുള്ള കടം? നേരത്തെ പറഞ്ഞു, സക്കാത്ത് വർഷമൊന്ന് തികഞ്ഞു, മരിച്ചയാൾ സക്കാത്ത് നൽകിയിട്ടില്ല, ശേഷം മക്കൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായി എങ്കിൽ മക്കൾ ബാപ്പയുടെ സ്വത്തിൽ നിന്ന് ആ വർഷത്തെ സക്കാത്ത് നൽകിയിരിക്കണം. ഇല്ല എങ്കിൽ ബാപ്പ സമ്പത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാത്ത കടക്കാരനായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരിക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ബാപ്പ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ട് എങ്കിൽ, മക്കൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട് എങ്കിൽ അതും ബാപ്പയുടെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വീട്ടണം. കാരണം അതും അള്ളാഹുവിനുള്ള കടമാണ്. ആരാണ് ഇബാദികൾ, ആരാണ് അബ്റാരിങ്ങൾ, പുണ്യവാന്മാർ എന്ന് പരിചയപ്പെടുന്നിടത്ത് സൂറത്ത് ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞു, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അവർ നേർച്ച നിറവേറ്റുന്നവരും ആപത്ത് പടർന്നു പിടിക്കുന്ന ഭയാനകരമായ ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ബാപ്പ നേർച്ച നേർന്നിട്ടുണ്ട്, പക്ഷേ ബാപ്പ അതിനു മുമ്പ് മരണപ്പെട്ടു പോയി എങ്കിൽ അത് ബാപ്പയുടെ സമ്പത്തിൽ നിന്ന് മക്കളെടുത്ത് വീട്ടണം. കാരണം അത് അള്ളാഹുവിനുള്ള കടമാണ്. അതുപോലെ സമ്പത്തുണ്ടായിട്ടും മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ല, ആ നിലക്കാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ, സമ്പത്തും ആരോഗ്യവും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അത് അള്ളാഹുവിനുള്ള കടമായതുകൊണ്ട് തന്നെ മക്കൾക്കോ മറ്റോ ബാപ്പയുടെ സമ്പത്തിൽ നിന്നെടുത്ത് ഹജ്ജ് ചെയ്താൽ അതും ബാപ്പയിൽ നിന്ന് പരിഗണിക്കപ്പെടും എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയും അനന്തര സ്വത്ത് ഭാഗം വെക്കും മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽപ്പെട്ട മറ്റൊന്നാണ് വസിയ്യത്ത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖ്ഖും മുസ്ലിമിൻ ലഹു ശൈഉൻ യുരീദു അൻ യൂസിയ ഫീഹി. അയാൾ ചെയ്തു വെച്ച വല്ല വസിയ്യത്തും ഉണ്ട് എങ്കിൽ ആ വസിയ്യത്ത് മക്കൾ നടപ്പിലാക്കണം. വസിയ്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ലാ വസിയ്യത ലിവാരിസിൻ, സ്വത്ത് അനന്തരമായി എടുക്കുന്ന അവകാശികൾക്ക് വേറെ ഒരു വസിയ്യത്തുമില്ല. എൻ്റെ മക്കളിൽ ഇന്ന മകന് ചങ്ങരംകുളത്തെ ടൗണിലെ ആ ബിൽഡിങ് ആ കൊടുക്കണം, എൻ്റെ പട്ടാമ്പിയിലേക്ക് കെട്ടിച്ചു പോയ മോൾക്ക് ആ റബ്ബർ എസ്റ്റേറ്റ് കൊടുക്കണം. ഇങ്ങനെ പ്രത്യേകം മക്കളോടുള്ള മമത വെച്ചുകൊണ്ടുള്ള വസിയ്യത്ത് സ്വത്ത് അനന്തരമായി കിട്ടുന്ന ആളുകൾക്കില്ല എന്നാണ്. ഇനി അങ്ങനെ ആരെങ്കിലും വസിയ്യത്ത് ചെയ്യുന്നുവെങ്കിൽ തന്നെയും അത് ശേഷമുള്ള അവകാശികളുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കണം, അവരുടെ സമ്മതപ്രകാരമായിരിക്കണം എന്നൊക്കെയും അതിൻ്റെ കാരണമായി ഷർത്തായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ബാപ്പയുടെ മരണശേഷം മക്കൾ സമ്പത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടായിക്കൂടാ. വസിയ്യത്ത് ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, 1/3 വസിയ്യത്ത് ചെയ്യാവൂ. വസിയ്യത്തുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ ഹദീസിൽ കാണാം. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തൊരു സ്വഹാബി, അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 6 അടിമകളായിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ 6 അടിമകളെയും തൻ്റെ കാലശേഷം മോചിപ്പിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ഈ 6 അടിമകളും മോചിപ്പിക്കപ്പെട്ടു. ശേഷം അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പരാതിയുമായി വന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് മക്കൾ പരാതി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ ബാപ്പ ഇങ്ങനെയൊക്കെ വസിയ്യത്ത് ചെയ്തിട്ടാ മരിച്ചുപോയത്,
ഞങ്ങൾക്കാകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു ആ 6 അടിമകൾ. ഞങ്ങൾ ആകെ പ്രയാസത്തിലാണ്, എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 6 അടിമകളെയും തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് നറുക്കെടുത്ത് 3-ൽ 1 എന്ന നിലയിൽ 6-ൽ 2 അടിമകളെ മോചിപ്പിക്കുകയും ബാക്കി 4 അടിമകളെ മക്കൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ബാപ്പ ചെയ്ത വസിയ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു നടപ്പിലാക്കി. കാരണം ബാപ്പ നേർന്ന ആ വസിയ്യത്ത് സാധുവാവുകയില്ല, നിലനിൽക്കുകയില്ല എന്നത് സാരം. രണ്ടാമത്തെ സംഭവം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരണാസന്നനായ നിലയിൽ രോഗിയായി കിടക്കവേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. സുഖവിവരങ്ങളൊക്കെ തിരക്കി പോകാൻ സമയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വഅനദു മാലിൻ വലാ യരിസുനി ഇല്ലാ ബിനത്തുൻ, എനിക്ക് കുറെ സമ്പത്തുണ്ട് എന്ന് അങ്ങേക്കറിയാമല്ലോ റസൂലേ. അനന്തരാവകാശിയായിക്കൊണ്ട് എനിക്കൊരു മകൾ മാത്രമേയുള്ളൂ, മറ്റാരുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ഉള്ള മുതലിൽ നിന്ന് 3-ൽ 2 ഭാഗം സദക്ക ചെയ്തോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, പാടില്ല. എങ്കിൽ ഫശ്ശുത്റു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വത്തിന്റെ പകുതി ഞാൻ സദക്ക ചെയ്തോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വേണ്ട, പാടില്ല. എങ്കിൽ ഫസ്സുലുസു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്കിൽ 3-ൽ 1 ഞാൻ ദാനം ചെയ്തോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസ്, 3-ൽ 1 കൊടുത്തോ. വസ്സുലുസു കസീറുൻ ഔ കബീർ, 3-ൽ 1 തന്നെയും ധാരാളമാണ്, അത് തന്നെയും വലുതാണെന്നാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന നാസ്, നീ നിന്റെ അനന്തരാവകാശികളെ ധനികരായി വിട്ടേച്ചു പോകലാണ് അവരെ ജനങ്ങളോട് യാചിക്കുന്ന തരത്തിൽ ദരിദ്രരായി വിട്ടേച്ചു പോകുന്നതിനേക്കാളും നിനക്കുത്തമം എന്നാണ്. ബാപ്പുള്ള സമ്പത്ത് മുഴുവൻ പള്ളിക്കങ്ങട്ട് എഴുതി കൊടുത്തു, ബാപ്പുള്ള സമ്പത്ത് മുഴുവൻ ആശുപത്രി കെട്ടിടത്തിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഫനേജിന് വേണ്ടി കൊടുത്തു. ശേഷം ജീവിച്ചിരിപ്പുള്ള മക്കൾ ജീവിത വ്യവഹാരത്തിന് വേണ്ടി, ജീവിതം നിലനിർത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയേക്കാൾ നല്ലത് ആ മക്കളെ സ്വയം പര്യാപ്തരായ നിലയിൽ വിട്ടേച്ചു പോകലാണ് ഒരാൾക്ക് ഏറ്റവും നൽകാവുന്നത്, ഏറ്റവും നല്ലത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നന്മയുടെ വഴികളിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3-ൽ 1 മാത്രമേ വസിയത്തുള്ളൂ. എന്താണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്താൽ കിട്ടുന്ന ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ എന്നതാണ് പറഞ്ഞു വരുന്നത്. അല്ലാഹു തആല പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുന്നു. അല്ലാഹു തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു നന്മയുടെ വഴിക്ക്, പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ യതീംഖാനക്ക് വേണ്ടിയോ നല്ല ഒരു സംരംഭത്തിന് കുറച്ച് പൈസ ഞാൻ തരാം എന്നൊരാൾ ഓഫർ ചെയ്തു. അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഒരാൾ മരണപ്പെട്ടാൽ മക്കൾക്കോ മറ്റോ അത് ഏറ്റെടുക്കാം. മക്കൾ പറഞ്ഞു, വാപ്പ തരാമെന്ന് പറഞ്ഞത് ഏറ്റല്ലേ, വാപ്പ തരാമെന്ന് പറഞ്ഞ് ഏറ്റതല്ലേ, ആ സംഖ്യ ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് മക്കൾ അത് നടപ്പിലാക്കിയാൽ 2 കാര്യങ്ങൾ അതിലൂടെ ലാഭകരമായി തീരും. ഒന്ന്, വാപ്പ പറഞ്ഞ ഓഫർ കടം വീടപ്പെടുന്നു. 2, മക്കൾ ആ വസിയ്യത്ത് നടപ്പിലാക്കുന്നതോടുകൂടി
ആ ബാപ്പാന്റെ ഒരാഗ്രഹം കൂടി അവിടെ യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരാൾ മരിച്ചാലും മറ്റൊരാൾക്ക് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, അനുവാദമുള്ള മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളും മറ്റും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാപ്പയുടെയും ഉമ്മയുടെയും ബന്ധങ്ങളെ അവരുടെ കാലശേഷവും നിലനിർത്തി കൊണ്ടുപോവുക ഇന്ന് അന്യം നിന്നു പോകുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം കൂടിയാണ്. പല പേരമക്കൾക്കും തൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരെ കുറിച്ച് അറിയുകയില്ല. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ബാപ്പയുണ്ടായിരുന്ന കാലത്ത് ഉമ്മയുണ്ടായിരുന്ന കാലത്ത് വീട്ടിലേക്ക് വന്നിരുന്ന ബന്ധുക്കൾ, ബാപ്പയുണ്ടായിരുന്ന കാലത്ത് ബാപ്പയുടെ കൂടെ കടയിൽ വന്നിരുന്ന ആളുകൾ, അവരുടെ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരാൾ തൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന കടമകളിൽ പെട്ടതാണ് അവരുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ ആദരിക്കുക, സന്ദർശനം നടത്തുക എന്നുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അബരിൽ ബിദി സിലത്തിർ റജുൽ അഹ്ലവുദ്ദ അബി ബഅദ അയ്യുവല്ലി. ഒരാൾ തൻ്റെ പിതാവ് മരണപ്പെട്ടു പോയ ശേഷവും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുമായി ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്നാണ്. ചരിത്രത്തിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ഒരിക്കൽ തൻ്റെ കഴുതപ്പുറത്ത് മക്കയിലേക്കുള്ള വഴിയാത്രാ മധ്യേ എതിരെ വരുന്ന ഗ്രാമീണനായ ഒരു അറാബിയെ കണ്ടിട്ട് തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഗ്രാമീണനായ മനുഷ്യനോട് ചോദിച്ചു, അലസ്ത ബിൻ ഫുലാൻ ബിൻ ഫുലാൻ, അല്ല നിങ്ങൾ ഇന്ന മകൻ്റെ ഇന്നയാളല്ലേ എന്ന് ചോദിച്ചു. ഇന്ന മകൻ്റെ ഇന്നയാളുടെ അല്ലേ എന്ന് ചോദിച്ചു. ഖാല ബല, അദ്ദേഹം പറഞ്ഞു അതെ. ഉടൻ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ തലയിൽ ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള മുന്തിയ തരത്തിലുള്ള തലപ്പാവഴിച്ച് ആ ഗ്രാമീണനെ ധരിപ്പിച്ചു. അപ്പൊ ഇത് കണ്ടു നിന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾക്ക് ഇതത്ര പിടിച്ചില്ല. അവർ പറഞ്ഞു, ഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അഅ്തൈത ഹാദൽ അഅ്റാബിയ ഹിമാറൻ കുൻത തറവഹ് അലൈഹി. ഈ നാട്ടിൻ പുറത്തുകാരനായ മനുഷ്യനെ കണ്ടപ്പോൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നത് തന്നെ വലിയ കാര്യം. പക്ഷേ വഇമാമതൻ കുൻത തശുദ്ദു ബിഹാ റഅസക്, എന്നിട്ട് താങ്കളാണെങ്കിലോ തലയിൽ ധരിച്ച വിലപിടിപ്പുള്ള തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രാമീണനായ മനുഷ്യനോട് അത്രക്കും ഒരു ആദരവ് വേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഇന്ന അബാഹു, തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഉപ്പ കാന സ്വദീഖൻ ലി ഉമർ, എൻ്റെ ബാപ്പയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും വഫാത്തായി. എങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മിൻ അബരിൽ ബിദി സിലത്തുർ റജുൽ അഹ്ലവുദ്ദ അബീഹി ബഅദ അയ്യുവല്ലി. ഒരാൾ തൻ്റെ പിതാവിൻ്റെ കാലശേഷവും ആ പിതാവിൻ്റെ സ്നേഹിതന്മാരുമായുള്ള ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഏറ്റവും പുണ്യകരമായ കർമ്മമാണ്. അതുപോലെ മരണപ്പെട്ടവരുടെ ഖബർ സന്ദർശിക്കാം. നേരത്തെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ചെയ്തു വെച്ച വസിയത്ത് നടപ്പിലാക്കണം. അവരുടെ നേർച്ചയെ വീട്ടണം. അവർ വാങ്ങിച്ച കടം വീട്ടണം. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. അവരുടെ ബന്ധങ്ങളെ നിലനിർത്തണം. ഇതൊക്കെയും മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ അനുവാദമുള്ള മേഖലയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ കാത്തിരിക്കുകയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിശ്വാസവും ശരിയാക്കി പരമാവധി നന്മകൾ മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിൽ തന്നെ മരിച്ചാലും ഇടമുറിയാത്ത ജാരിയായ എന്നൊന്നും നിലനിൽക്കുന്ന കർമ്മങ്ങളെ പ്രത്യേകം നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് കഹ്ഫിലെ 46-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സ്വത്തും സന്താനങ്ങളുമൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്ന് പറഞ്ഞയുടൻ അല്ലാഹു തആല പറയാണ്, വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നാൽ
ബാക്കിയാകുന്ന നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ റബ്ബിങ്കൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളതും നിനക്ക് ഉത്തമമായ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും എന്നാണ്. ഏറ്റവും നല്ല പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള അമൽ, ഒരാൾ ചെയ്തു വെച്ച അമലുകളിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ 2 സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ സമാനമായ ആശയം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സൂറത്ത് മറിയമിലും സൂറത്ത് കഹ്ഫിലും. നമുക്ക് നമ്മുടെ പറമ്പിൽ 10 തെങ്ങുണ്ട് എങ്കിൽ 10ൽ 9 തെങ്ങിലെ വരുമാനവും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എങ്കിൽ 1 തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ മരിക്കാൻ കിടക്കുന്ന നേരം ആ 1 മാത്രമായിരിക്കും നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചങ്കരകുളം ടൗണിൽ 10 വാടക മുറിയുണ്ട് എങ്കിൽ, വാടക കിട്ടുന്ന 10 കടമുറി നമുക്കുണ്ട് എങ്കിൽ 9 കടമുറിയുടെയും വാടക നമ്മുടെ മൈഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ശേഷമുള്ള നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഒരു കെട്ടിടത്തിൻ്റെ വാടക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ മതപഠന സംരംഭത്തിന് വേണ്ടിയോ എന്നെന്നും മരിച്ചാലും നിലനിൽക്കുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി നാം ചെലവാക്കിയാൽ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന് ആകെയുണ്ടാകുന്ന ഓർമ്മ ബാക്കി 9 കടകളുടെയും വരുമാനത്തെക്കുറിച്ചല്ല, മറിച്ച് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉത്തമമായ പ്രതിഫലമുള്ളതും നിനക്ക് പ്രതീക്ഷ നൽകുന്നതുമായ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് നമ്മൾ നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അൻഫഖ മുഅ്മിനൻ മിൻ നഫഖത്തിൻ ഇല്ലാ ഉജ്റ ഫീഹാ, ഒരു വിശ്വാസി എന്തൊന്ന് ചെലവഴിച്ചാലും അതിനയാൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കൂല. കൊടുത്തത് നിയ്യത്ത് ശരിയാക്കി കൊണ്ടായിരിക്കണം, കൊടുക്കുന്നത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം. നമ്മുടെ പള്ളി അതിൻ്റെ നടത്തിപ്പ് കൊണ്ടുപോകാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചൊരു വരുമാനം ഇല്ല. എല്ലാവരും കൊടുക്കുന്ന വരിസംഖ്യ കൊണ്ടും സ്വതക്ക കൊണ്ടും മാത്രമാണ് നമ്മുടെ പള്ളി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പള്ളിയുടെ ഒരു മാസത്തെ കറണ്ട് ബില്ലടക്കാൻ വൈകുക, അവിടെ ഒരു കടബാധ്യതയുള്ളതായി തീരുക, ശമ്പളം കൊടുക്കാൻ വൈകുക, അവിടെ ഒരു കടബാധ്യത കടന്നു വരിക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചുണ്ടായിക്കൂടാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഒറ്റ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാന ഇൻഖതഅ അൻഹു അമലു ഇല്ലാ മിൻ സലാസ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ആ മരണത്തോടെ അയാൾ നിന്ന് മുറിഞ്ഞുപോയി, പിന്നെ അമലുകൾക്ക് ചാൻസ് ഇല്ല. ഏതാ ബാക്കിയാകുന്ന അമലുകൾ? നേരത്തെ പറഞ്ഞു സ്വതക്കത്തിൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, മരിച്ചാലും ശേഷിക്കുന്ന ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പരലോകത്തേക്ക് വിഹിതമായി കിട്ടുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് സ്വതക്കത്തിൻ ജാരിയ, നേരത്തെ പറഞ്ഞ കർമ്മങ്ങൾ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്, ഒരാൾ അറിവ് കരസ്ഥമാക്കി അതനുസരിച്ച് അമലാക്കി അത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു. ആരൊക്കെ ആ അമലിനെ അമലാക്കുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ അറിവ് കരസ്ഥമാക്കി പകർന്നു കൊടുത്തയാൾക്കുണ്ടാകും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. കാരണം ആ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ബാപ്പയുടെ ഉമ്മയുടെ കർത്തവ്യമാണ്, അധ്വാനമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ ദീൻ പഠിപ്പിക്കുക, ദീനനുസരിച്ച് വളർത്തിക്കൊണ്ടുപോവുക. എപ്പോഴാ എവിടെ വെച്ചാൽ മരിക്കാന്നറിയൂല. ആയുസ് അവസാനിക്കും മുമ്പ് ഇത്തരം ഇടമുറിയാത്ത കർമ്മങ്ങളെ ചെയ്തു വെച്ചുകൊണ്ട് മരണത്തെ വരിക്കാൻ, ഈമാൻ കാമിലായി മരിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വാലിഹായ അമലുകളൊക്കെയും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ആദർശ ബന്ധുക്കൾ, അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനകൾ കൊണ്ട്, പലവിധ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹുവേ, എല്ലാവിധ വേദനകളിൽ നിന്നും ആശ്വാസം നൽകണമേ റഹ്മാനെ. മഈശത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ജോലി, കച്ചവടം, അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم انصر إخواننا المستضعفين المسلمين في الهند اللهم انصر إخواننا المستضعفين المسلمين في الهند وسائر بلاد المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.